കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തന്റെ ആത്മീയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, ദൈവമേ, നീ ഒരിക്കൽ മാത്രം എന്നെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ 2 കണ്ണുകൾക്ക് വേണ്ടി ഫെലിസ്തരോട് പ്രതികാരം ചെയ്യുവാൻ എന്നെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. തുടർന്ന് നാം ഇങ്ങനെ വായിക്കുന്നു: ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും ഒന്ന് വലം കൈകൊണ്ടും മറ്റേത് ഇടം കൈകൊണ്ടും ശിംശോൻ പിടിച്ചു അവയോട് ചാരി, ഞാൻ ഫെലിസ്തരോട് മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു. ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്മേലും വീണു. അങ്ങനെ അവർ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരേക്കാൾ അധികമായിരുന്നു. ന്യായാധിപന്മാർ 16-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പശ്ചാത്താപത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം അവൻ്റെ അപേക്ഷ കേട്ടു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമുക്ക് ഈ മുന്നറിയിപ്പ് സ്വീകരിക്കാം. ആത്മീയ ഉറക്കത്തിലും ആലസ്യത്തിലും വീഴുന്നത് നമ്മെ അടിമത്തത്തിലേക്കും അന്ധതയിലേക്കും വലിയ ആത്മീയ നഷ്ടത്തിലേക്കും കൊണ്ടുവരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ഇന്ന് സഭയെ ഉറക്കത്തിലാക്കുന്ന നിരവധി ആത്മീയ നേതാക്കളുണ്ട്. ഇത് വളരെ ഒരു ദുഃഖകരമായ വസ്തുതയാണ്. സ്വന്തം മനസ്സിൽ നിന്ന് സംസാരിക്കുകയും ഒന്നും കാണാതിരിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് നാം യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് സംഭവിക്കുന്നത് നിരവധി പ്രസംഗകരും ആത്മീയ നേതാക്കളും ദൈവജനത്തെയും സഭയെയും ഉറക്കത്തിലാക്കുന്നു എന്നത് ഒരു വലിയ ദുരന്തം തന്നെയാണ്. ഇതിനെക്കുറിച്ച് നാം യെഹെസ്കേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ വായിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെ കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്നും പ്രവചിക്കുന്നവരോട് പറയേണ്ടത്: യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. ഇസ്രായേലേ, നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നു. യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല, ഇസ്രായേൽ ഗൃഹത്തിന് വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല എന്ന് യെഹെസ്കേലിന്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. കർത്താവിൻ്റെ നാൾ അതിവേഗം അടുത്തു വരികയാണ്. ദൈവജനം യുദ്ധ ദിവസത്തിനായി ഒരുങ്ങേണ്ടതുണ്ട്. എന്നാൽ അതിനു പകരം പ്രസംഗകർ ദൈവജനത്തെ ഉറക്കത്തിലാക്കുന്നു. കർത്താവിൻ്റെ നാൾ അടുത്തു വരുന്നു എന്നും അവൻ്റെ ന്യായവിധിയുടെ ദിവസം വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ദൈവജനത്തെ കർത്താവിൻ്റെ ദിവസത്തിനായി ഒരുക്കുന്നതിന് പകരം ഇന്നത്തെ ചില പ്രസംഗകർ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സഭയെ ഉറക്കത്തിലാക്കിക്കൊണ്ട് ഇരിക്കുന്നു. കാഹളം ധ്വനിക്കുമ്പോൾ അവർ എടുത്തുകൊള്ളപ്പെടുമെന്ന് അന്ധമായി വിശ്വസിപ്പിക്കുന്നു. അവർ കേട്ടിട്ടുള്ളത് അതുമാത്രമാണ്. അത് വിശ്വസിച്ച് അവർ അവരെ ആത്മീയ നിദ്രയിൽ ആഴ്ത്തിയിരിക്കുന്നു. വിശുദ്ധന്മാരെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അവർ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഉദ്ധരിച്ച് ദൈവജനങ്ങളെ ആത്മനിദ്രയിൽ ആക്കിയിരിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഒന്നും ഭയപ്പെടേണ്ടതില്ല, സ്വർഗത്തിലേക്ക് പോകുവാൻ തയ്യാറാവൂ എന്ന് പ്രസംഗിച്ചുകൊണ്ട് നിരവധി പ്രസംഗകർ ദൈവജനത്തെ ഉറക്കത്തിലാക്കുകയും കർത്താവിൻ്റെ ദിവസത്തിനായി അവരെ ഒരുക്കാതിരിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ രക്ഷിച്ചുവെന്നും ദൈവം നിങ്ങളുടെ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നും അവർ പ്രസംഗിക്കുന്നു. സഹോദര, ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്, വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവജനത്തെ ആത്മീയ നിദ്രയിലേക്ക് തള്ളിവിടുന്നു. സഭ ഇന്ന് വളരെ ശാന്തമായ നിദ്രയിലാണ്. നിരവധി പ്രസംഗകരും ആത്മീയ നേതാക്കളും അതിൽ വളരെ സന്തുഷ്ടരുമാണ്. അവർക്ക് കൂടിവരവുകളും ആരാധനായോഗങ്ങളും കൂട്ടായ്മകളും ഉണ്ട്. അവർക്ക് അവരുടെ പ്രഭാത ഭക്ഷണ കൂട്ടായ്മയും ഉച്ചഭക്ഷണ കൂട്ടായ്മയും അത്താഴ കൂട്ടായ്മയും ഒക്കെ ഉണ്ട്. ഓരോ പ്രസംഗകനും ദൈവജനത്തെ അവരുടെ വാഗ്ദാനങ്ങൾ കൊണ്ട് സമ്പന്നരാക്കുന്നു. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു: വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ വായിക്കുന്നു. കർത്താവിൻ്റെ ആ ദിവസത്തിൽ നാം എന്തു ചെയ്യും? ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? ഇത് ഇന്ന്
ദൈവവചനം നമുക്ക് മുന്നിൽ വയ്ക്കുന്ന വളരെ സങ്കീർണമായ ചോദ്യങ്ങളാണ്. ദൈവം തൻ്റെ സ്നേഹത്തിൽ നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഈ ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമേ, ഞാൻ ആത്മീയ ഉറക്കത്തിലേക്ക് പോകാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.